എന്തോന്നാടാ ഒരു ഗൂഢാലോചന? പിശാച് ഇതിന്റെ ഇടയിലും വല്ല പണി തരുമോ? ഒരാൾ ഇത്രയും ദുഷിച്ചു പറയരുത്. ഓഹോ, നീ അവളുടെ സൈഡോ എന്റെ സൈഡോ? വക്കീലേ, ജീവൻ പണയം വെച്ച് ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ മുട്ടിയേക്കാ തന്റെ കസിൻ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വേണു വേറെ വഴിയൊന്നുമില്ല. വഴി വേറെ ഉണ്ടെങ്കിൽ പറയേ. മണി വേണു പറയട്ടെ. ഇന്ന് തീയതി 10, മറ്റന്നാ 12. ഞാനും ഇവളും കൊല്ലപ്പെടാൻ പോകുന്നു എന്നതിന്റെ അവസാന നിമിഷം വരെ ഷൂട്ട് ചെയ്താലേ പിള്ളയുടെയും കർത്തയുടെയും ഉദ്ദേശം നമുക്ക് തെളിയിക്കാനാവും. പക്ഷെ ആര് എങ്ങനെ ഷൂട്ട് ചെയ്യും? ക്ലബ് ഹൗസിലോ പരിസരത്തോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പിന്നെ വാ പറയാം. 500 മീറ്റർ, അതായത് ക്ലബ് ഹൗസിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയുള്ള സ്റ്റേഡിയത്തിന്റെ പവലിയന്റെ മുകളിൽ ടെലിസ്കോപ്പിക് ലെൻസസ് ഘടിപ്പിച്ച ക്യാമറകൾ ഞങ്ങൾ ഇറക്ട് ചെയ്യും. ഋഷിയുടെ ക്യാമറ ക്രൂ അത് ഓപ്പറേറ്റ് ചെയ്യും. സുഗണന്റെ കൊലപാതകം കവർ ചെയ്യാനെന്ന മട്ടിൽ ഞാനും ഇവളും 12-ാം തീയതി രാത്രി ക്ലബ് ഹൗസിലെത്തും. ഞങ്ങൾ വളയപ്പെടും. ചെറിയൊരു കശപിശ, എന്റെ വക ഒരു ചെറിയ മൈനർ സെറ്റ് കയ്യാങ്കളി. ഒടുവിൽ ഞങ്ങൾ പിടിക്കപ്പെടും. പിള്ളയോ കർത്തയോ നേരിട്ട് വരാണെങ്കിൽ ഒരു സിനിമ സ്റ്റൈൽ ഡയലോഗ് പ്രതീക്ഷിക്കാം. അതിന്റെ ഓഡിയോ, അതിനുള്ള വോയിസ് റെക്കോർഡർ എന്റെ പോക്കറ്റിലുണ്ടാവും. ആവശ്യത്തിനുള്ള ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ അബുവും കയറി ഇടപെടണം. മോനെ വൈകിച്ചേക്കരുത്, കാറ്റ് പോവും. ഞാൻ ഏറ്റു സർ. എന്റെ ഒരു പേടി പറയട്ടെ. പേടിയുള്ളവര് പോരണ്ട, ആദ്യം പറഞ്ഞല്ലേ. അവൾക്ക് പറയാനുള്ള പറയട്ടെ. അതിനുമ്പ് നീ പറ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിള്ളയും കർത്തയും എന്നേക്കുമായി രക്ഷപ്പെടും. അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അതിലേക്ക് തന്നെ ആണടി പുല്ലേ ഞാനും പറഞ്ഞു വരുന്നത്. ഇത് NBA-ക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിരിക്കില്ല. പിന്നെ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് അറിയിക്കാതെ വേറെ 2 ചാനൽ കൂടെ ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടിയാ വക്കീലിനെ വരുത്തിയത്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് മാത്രം നടക്കില്ല വേണം. ഇത് NBA-ക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിരിക്കും. ഒന്നും പറയണ്ട. ഞാനിപ്പോ ഈ ഒരു സ്റ്റോറിയുടെ പ്രതീക്ഷയില്ല. ഇത് വെച്ച് പലതും ഞാൻ പ്ലാൻ ചെയ്തു പോയി. ഒരു എക്സ്ക്ലൂസീവിന്റെ വിലയുള്ളൂ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്. ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഞാനൊന്നും എഡിറ്റില്ലല്ലോ, നഷ്ടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. ഈ സ്റ്റോറി എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യും. മറിച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കൂടുതലൊന്നിനും നീ എന്നെ പ്രതീക്ഷിക്കണ്ട. എങ്കിൽ മറിച്ചാണ്. നീ ഈ സ്റ്റോറി ചെയ്യുന്നില്ല. അബു വണ്ടിയറ. എന്താ പറഞ്ഞിട്ടില്ലേ? സാറ് തന്നെ ഓടിച്ചു പോയാൽ മതി. പ്ലീസ്. എന്താടി നിന്റെ അച്ഛൻ ചത്തോ? എല്ലാവർക്കും സ്വന്തം കാര്യം. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. എന്റെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ അബു മതി. വക്കീലേ, മറ്റന്നാളാണ് 12-ാം തീയതി. നാളെ രാത്രി ഞാൻ ഇവിടെ കൂടെ സ്റ്റേഡിയത്തിൽ ക്യാമറ ഇറക്കിയാൻ പോകും. 2 ചാനലുകൾ ഏതൊക്കെയാണെന്ന് ഫിക്സ് ചെയ്തിട്ട് എന്നെ വിളിക്കേ. സ്റ്റേഡിയത്തിലെ നോർത്ത് ഗേറ്റിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ. ഒന്ന് ഇരുട്ടുമ്പോഴേക്കും ഞങ്ങൾ എത്തിക്കൊള്ളാം. അബു, നീ ഇവിടെ നിൽക്കണ്ട. കുറച്ച് സമയം എടുക്കും. ഞാൻ വിളിച്ചിട്ട് തന്നാൽ മതി. ഓക്കെ.
എന്താണ് കൊതു കൊതു? ഇതാണ് ഫീൽഡ് ലിമിറ്റ്. എന്ത് വന്നാലും ഈ ലിമിറ്റ് വിട്ട് പുറത്തു പോകരുത്. ആ. പല ആവർത്തി നോക്കി മനസ്സിൽ ആ ഫീൽഡ് ലിമിറ്റ് ഫിക്സ് ചെയ്യും. വേണു, വേണു, ദേ അവിടെ ഒരു കാറ്. ഭാരതൻ പിള്ള. വേണു, ഋഷി ചതിച്ചതാ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. നമുക്ക് രക്ഷപ്പെടാം. വേണു, നാളെയല്ല, ദേ ഇന്ന്, ഇപ്പൊ സംഭവിക്കും. ക്യാമറ പോയില്ലേ? ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? എന്ത് വന്നാലും നീ ചാവില്ല. ഉറപ്പ് പോരെ? അവിടെ നിന്ന് പണി മേടിക്കാതെ എന്റെ ഒപ്പം കൂടെ വാടി പിശാചായി. എനിക്ക് ചാകാൻ ധൃതിയായിട്ട് പാടില്ല സാറേ. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു. ദാ കിടക്കുന്നു നിങ്ങളുടെ ക്യാമറ. ഇനി എന്ത് വെച്ചാ ഷൂട്ട് ചെയ്യുക? എങ്ങനെയാ നാട്ടുകാരെ കാണിക്കുക? വക്കീലിനെ വിളിക്കണി വേഗം. ഇനി വക്കീലിനെ വിളിക്കാൻ. വേണ്ട, എടുത്തു മാറ്റണം. ബോഡിയിൽ ഒരു പോറൽ പോലും ഏൽക്കരുത്. കെട്ടി തൂക്കാനുള്ളത് രണ്ടിന്. കൊലപാതകമല്ല, ആത്മഹത്യ.
ഇത്ര അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ എന്തിനാടാ ഈ ബൈനാക്കുലർ വെച്ച ക്യാമറ? നിനക്കൊന്നും ബൈനാക്കുലർ വേണ്ടടാ, മൈക്രോസ്കോപ്പ് മതി. നീ വെറുക്കണിയല്ലേ? എവിടാ നിന്റെ സന്നാഹങ്ങള്, സാക്ഷികള്, 2-3 ചാനലുകള്? ചാവാൻ നേരത്ത് ചാടി വീഴാൻ ആളുകൾ വേറെ എവിടാ? ഇവന്റെ തോളത്ത് തട്ടിവിട്ടപ്പോഴേ എനിക്ക് അറിയാടാ നിപ്പാണി മണത്തിട്ടുണ്ടെന്ന്. കിടന്ന് തൊള്ള തുറക്കാതെ വിളിക്കടാ അവനെ. 1.5 മൈൽ അകലെ നിന്ന് ടാറ്റ കാണിച്ച് അടുക്കള കയറി ഒളിച്ച നിന്റെ പിള്ളേ അടിച്ചതിന്റെ ഞാൻ എന്തിനാ വേണു വിളിക്കുന്നേ? ഇപ്പോഴും നിങ്ങളല്ലേ ഒളിവില്? വേണു, മണിലാൽ ഇവരുടെ കൈപ്പെട്ടിട്ടുണ്ട്. ഫോൺ ബെല്ല് ഞാൻ കേട്ടു. ഇവിടെ തന്നെ എവിടെ ഉണ്ട്? വക്കീലേ, ഒളിച്ചേക്കാതെ കളത്തിലേക്ക് ഇറങ്ങി വേടാ പന്നി. കേറി പോരെ. നാളെ ഇവരെ കാണേണ്ട ആവശ്യമുണ്ടെങ്കിലല്ല ഒരു ചമ്മലിന്റെ പ്രശ്നമുള്ളൂ. വേണു പ്രതീക്ഷിച്ച പോലെ ഒരു സിനിമാ ഡയലോഗ് ഒന്നും പറയാൻ ഞാനില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. ഇതെന്റെ പ്രതികാരമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ നേരം കാണും. പക്ഷെ ഇതെന്റെ ഒരു മുൻകരുതല. ഞാനൊന്ന് സമാധാനമായിട്ട് ഭരിച്ച് ജീവിച്ചോട്ടോ. കണ്ടവന്റെയൊക്കെ ബെഡ്റൂമിലും ബാത്റൂമിലും വരെ ക്യാമറ തിരികെ കയറ്റുന്ന അവന്റെ കോണത്തിലെ മീഡിയ ആക്ടിവിസം ഇതൊക്കെയാണ് അതിനുള്ള മരുന്ന്. കേട്ടാ, ക്രെഡിബിലിറ്റിയും ജീവിതവും തൊലഞ്ഞ 2 മാധ്യമ പ്രവർത്തകരുടെ ആത്മഹത്യ. തൂക്കട്ടെ സാറേ. അപ്പോ അവസാനമായിട്ടൊന്നും പറയാനില്ലല്ലോ? എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇവക്ക് എന്തോ പറയാനുണ്ട്. അവസാനമായിട്ടൊരു സൈൻ ഓഫ് പറയടി. ചാവാൻ പോവല്ലേ? എങ്ങോട്ടെങ്കിലും നോക്കി പറയടി. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണുക. പിന്നെ ക്യാമറയോ? എടോ, സ്റ്റേഡിയത്തിന് ഏതെങ്കിലും കോടി ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാം തല്ലി തീർക്കാൻ പറയണോ കറുത്ത തന്റെ ആൾക്കാരോട്? പിള്ള സാർ എന്തിനാ വെറുതെ പേടിക്കുന്നത്? ഇതൊക്കെ അവന്റെ രക്ഷപ്പെടാനുള്ള അവസാന തടവല്ലേ? തൂക്കട 2. കറക്റ്റ് ടൈമിംഗ്. ഇനി നിനക്ക് എന്തൊക്കെ സന്നാഹങ്ങൾ കാണണോടാ? കാണാൻ കണ്ണു തുറന്ന് കാണാം. ക്യാമറകൾ എത്ര ആണെന്ന് കാണാം. വേറൊരു ചാനലും ഇല്ല, NBI മാത്രം. കാരണം ഇത് ഇവന്റെ ചാനലിന്റെ എക്സ്ക്ലൂസീവ്. അറസ്തം വക്കീലേ, ഋഷി പിണങ്ങിപ്പോയപ്പോ താൻ എന്താ വിചാരിച്ച്? ഞങ്ങൾ തമ്മിൽ ഉടക്കിയത്.
24 മണിക്കൂറിൽ തീരാത്ത പണിയുണ്ടായിരുന്നു ഇവനിവിടെ. പണ്ട് നീ ഇവളെ ട്രാപ്പ് ചെയ്ത് ഭാരത് വിഷ്ണു വേണ്ടി സ്റ്റോറി ഒപ്പിച്ചു കൊടുത്ത കഥ അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇതിൽ നീയാണ് ഇവരുടെ പിൻബന്ധം. കൊടുക്കുന്നോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നടക്കത്തില്ല. അതൊന്നും നമ്മുടെ പണിയല്ല സാറേ. പക്ഷെ എനിക്കുണ്ട്. അത് പേഴ്സണല്ല. ആടി 7-8 ക്യാമറകൾ നിരന്നിരിക്കുമ്പോൾ കൃത്യമായ ക്യാമറ ഇല്ലാത്തടത്തേക്ക് നോക്കി നീ സൈൻ ഓഫ് പറഞ്ഞു. മിടുക്കി വാ. ദോ അവിടെ പറയടി. ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. ക്യാമറാമാൻ വേണുവിനോടൊപ്പം ഇനി എന്നും രേണുക.